വണ്ടിയാണ്. കുഞ്ചാക്കോപ്പൻ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കളർ വണ്ടിയാണ്. അദ്ദേഹത്തിന്റെ മൂവിയിൽ അനിയത്തി പ്രാവ് എന്ന് പറഞ്ഞ പടത്തിൽ ഇറങ്ങിയ കൊറേ ആയിങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നു. ഇപ്പോഴാ കണ്ടല്ലേ? ഇവിടേക്കൊക്കെ ഡെലിവറി പോയിട്ടുണ്ട്. നമ്മൾ കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് എല്ലാവർക്കും പോയില്ലേ? ഇത് തലന്റെ വണ്ടിയാണോ? പൊട്ടിന് പൊട്ട്. ഇന്ന് പൊളിക്കും. Yes guys, it's me Fatah from Mac Motor Drive. ഇന്ന് നമ്മൾ പൊളിക്കാൻ പോവാണ്. ഒരുപാട് നാളായി നമ്മളൊന്ന് കൂടണം, ഒന്ന് പൊളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് മാക് മോട്ടോ ഡ്രൈവിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളുമായിട്ട്, പ്രത്യേകിച്ച് വരാണ് ഈ സ്പ്ലെൻഡർ, RX100, NS, ബുള്ളറ്റ്, എല്ലാ വണ്ടികളും നമ്മൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. എന്നാ നമ്മളൊന്ന് പൊളിക്കും. ഒരേ പൊളിയാണ് ഇന്ന് നമ്മൾ പൊളിക്കാൻ പോവാണ്. യെസ്, RX100 കണ്ടില്ലേ? ഇതുപോലെ തന്നെ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടി, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കണ്ടമാനം വണ്ടികളാണ് ഇന്ന് ചീറും. പിന്നെ മോജോ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. മോജോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാ വണ്ടികളും ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അതുപോലെ തന്നെ മാക് മോട്ടോ ഡ്രൈവിന്റെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ താഴേക്ക് വന്നിട്ട് കമന്റ് വീണ്ടും എന്നാണ് ചെയ്യുക, ഇനി എന്നാണ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഷോപ്പിന്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് വരുന്നൊരു കാര്യമാണ്, എന്നാണ് ഇനി മാക് മോട്ടോ ഡ്രൈവിൽ നിന്ന് പോവാ, മാക് മോട്ടോ ഡ്രൈവിന്റെ വീഡിയോ ഒന്ന് ചെയ്യൂ പ്ലീസ് പറഞ്ഞ മെസ്സേജും കമന്റും കാണാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഫത്താഹിനെ കാണാൻ ഞാൻ ഇവിടെ വന്നത്. ഒട്ടനവധി വർക്ക് എടുത്ത വണ്ടിയാണ്, മോഡിഫൈ സ്പ്ലെൻഡറൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇൻസൈഡ് ചെയ്തത്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോണ്. ഓരോ വണ്ടികളും ഇന്ന് എടുത്തെടുത്ത് കാണിക്കും. ഉള്ളിലുള്ള ഓരോ വണ്ടികളും നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരും, സൗണ്ട് കേൾപ്പിച്ചു തരും. നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട്, ലുക്ക് എല്ലാം കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി. തുടങ്ങാൻ പോവാണ്. ഓഫർ പ്രൈസില് ഒരു സ്പ്ലെൻഡർ ആണ് കൊടുത്തത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടി, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന വണ്ടി, എല്ലാവരും സ്പ്ലെൻഡർ എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കാണ്. യെസ്, അങ്ങനത്തെ ഒരു വെറൈറ്റി വണ്ടി ആയിട്ടാണ് വന്നത്. അതും വർക്കും ചെയ്തിട്ടുണ്ട്. അതെ, ഡിസ്ക് അല്ല, സോറി, മോട്ടോടി ടയർ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഓഫർ പ്രൈസിലേക്ക് തരാൻ പോകുന്നത്. ഓഫർ പ്രൈസിൽ എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്? നമുക്ക് 26,000 രൂപ കൊടുക്കാം. 26,000 മോട്ടോ ഡ്രൈവ് നമ്മൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷ കെടാത്ത രീതിയിലായിരിക്കും പ്രൈസ് വരാം. അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി 40-45 രൂപ ഇപ്പോഴത്തെ റേറ്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തരാൻ പോവാണ്. അതെ, ഇതാർക്ക് വേണ്ടിയാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്കും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി. അതാണ് പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല വണ്ടികളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ എന്തായാലും ഇന്ന് പൊളിക്കാൻ പോവാണ്. ഫുള്ള് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വർക്ക് എടുത്ത വണ്ടികൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഇനി പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടികളാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ആക്കി തരും, എല്ലാം നമ്മൾ സെറ്റ് ആക്കി തരും. മോഡിഫൈ വണ്ടികളും സ്റ്റോക്ക് വണ്ടികളും എല്ലാം നമ്മുടെ അവൈലബിൾ. അതിനാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റേഡ് ആക്കി വന്നത്. അതാണ്. അത് മാത്രമല്ല 2028 വരെ പേപ്പർ ഒക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 26,000 രൂപയ്ക്ക് ഓടി വണ്ടി കിട്ടുന്നു കേട്ടോ. അതാണ്. പിന്നെ ചണ്ട വണ്ടി, പൊളിഞ്ഞ വണ്ടിയൊക്കെ കിട്ടും. പക്ഷെ അത് അങ്ങനത്തെ അല്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ്, സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡറിന്റെ മാർക്കറ്റ് സ്പ്ലെൻഡർ ടീമിന് അറിയാം. അപ്പൊ നിങ്ങൾ എന്തായാലും സ്പ്ലെൻഡർ ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഇതിനുള്ളിൽ ഏതാണെന്ന് വെച്ചാൽ അതും നിങ്ങൾ കമന്റ് ഇടി. 2 സ്റ്റോക്ക് ആണോ, സ്പ്ലെൻഡർ ആണോ, അല്ലെങ്കിൽ മറ്റുള്ള 4 സ്റ്റോക്ക് വണ്ടികളാണോ, തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും. വീണ്ടും വില കുറവ്, നല്ല പോട്ടുള്ള കിടിലം വണ്ടി, നല്ല പെർഫോമൻസ്, വന്ന കണ്ടീഷനുള്ളിൽ വില കുറച്ച് കൊടുക്കാം. എത്രക്ക് കൊടുക്കും, കിട്ടും? യൂറോവൺ എത്ര കൊടുക്കാം? നമുക്കിത് 30,000 രൂപ കൊടുക്കാം. നമുക്ക് യൂറോ 1 സ്പെൻഡ്, നല്ല പോട്ടുള്ള നല്ല കിടിലം പെർഫോമൻസ്, നല്ലൊരു വണ്ടി, സെറ്റ് സാധനം. എന്തായാലും നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പൊട്ടൊന്ന് കേൾപ്പിച്ച അതാണ് അല്ലേ? യെസ്, കേട്ടോളടാ മക്കളെ, കൊണ്ട് പൊക്കോളടാ മക്കളെ. ഇതാണ് പൊട്ട്. ഒന്നിങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്താ. അതുകൊണ്ട് ഊരണ്ട. യെസ്, കേട്ടോടാ മക്കളെ, ഇതാണ് പൊട്ടില്ലേ? ഇതാണ് പൊട്ട്. യെസ്,
ഇതിപ്പോ വന്ന കണ്ടീഷനാണ്. നമുക്കിത് മോഡിഫൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിന് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നിൽക്കുന്ന വണ്ടികളിലെ ടയറിന് കമ്മിയോ അല്ലെങ്കിൽ വണ്ടിന്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കമ്മിയോ എന്തെങ്കിലും ഫുൾ ക്ലിയർ ആക്കി പക്ക ആക്കിയിട്ട് അവരോട് പറഞ്ഞേക്കുള്ളൂ. അതിപ്പോ വന്ന കണ്ടീഷൻ ചെറിയ ഇൻഡിക്കേറ്ററിന് ചെറിയ കുറവുണ്ട്, ആ ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ കണ്ടീഷൻ നമുക്ക് കൊടുക്കൂല, ഈ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കാം. ഇനിയിപ്പോ ഈ ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് ഈ പ്രൈസ് വരുന്നത്. മോനെ അപ്പൊ ഇനിയും വരാൻ പോകേണ്ട ഒരുപാട് ബെസ്റ്റ് പ്രൈസിലുള്ള വണ്ടി. അടുത്തത് നമുക്കൊരു 2 സ്റ്റോക്ക് ഉണ്ടാക്കിയാലോ? ആയിക്കോട്ടെ, നാക്കിൽ കൊടുക്കൂലേ? നമുക്ക് അടുത്ത വണ്ടി ഒരു 2 സ്റ്റോക്ക് ഉണ്ടാക്കാം. ഓരോ വണ്ടിയും എടുത്തെടുത്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി സൗണ്ടും അതിന്റെ ലുക്കും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത വണ്ടി എടുത്തോ. നമ്മൾ പോയോ? അടുത്ത വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. മമ്മൂട്ടി പെട്ടെന്നുള്ള പരിപാടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി നമുക്ക് സൈഡാക്കാം. അതിന്റെ മുന്നേ ഒരു ഷോട്ടുകൾ എടുക്കാം. വണ്ടിയുടെ ഷോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുന്ന് 2 ചെക്കന്മാരെ നമ്മളെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. അത്ര ദൂരത്തുനിന്ന് നമ്മളെ 2 ചെക്കന്മാരോട് വീഡിയോ എടുക്കാൻ കണ്ടിട്ട് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഇടയിൽ സൈഡാക്കിയാൽ തോന്നുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇതേപോലെ റോഡ് സൈഡിൽ നിന്നൊക്കെ നമ്മളെ കാണുമ്പോൾ കാണാറുണ്ട്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടോ. പിന്നെ വണ്ടിൻ്റെ വിഷ്വലുകൾ എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സെറ്റാണ്. എന്ത് പോരായ്മണ്ടെങ്കിലും ഫുള്ള് ക്ലിയർ ആക്കി തരുന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പുറത്തുനിന്ന് അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. വാടാ, അടിച്ചു കയറി വാ. വീണ്ടും വന്നു നടൻ. 2 സ്റ്റോക്ക് വണ്ടി. എല്ലാവരും RX അല്ല, മാക്സ് 100 ആണ്. വിലക്കുറവുണ്ടോ? വിലക്കുറവുണ്ട്. വണ്ടി കണ്ടു കഴിഞ്ഞാല് ഫുള്ള് നമ്മളൊരു RX പോലെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ, ഞാൻ പെട്ടെന്ന് ഇത് ഒറ്റയടിക്ക് നീ വന്നപ്പോൾ RX 100 തന്നെയാണെന്ന് ഞാൻ മനസ്സിൽ കരുതി കേട്ടോ. ഓക്കെ, സെറ്റ് വണ്ടിയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, അതും പൾസറിന് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മോട്ടോഡി ടയേഴ്സ് ഉണ്ട്, പുതിയ പെയിന്റിംഗ് ആണ്. RXന്റെ കംപ്ലീറ്റ് സംഭവം കയറിയിട്ടുണ്ട്. മീറ്റർ ആണെന്നുണ്ടെങ്കിലും സ്റ്റേ ആണെന്നുണ്ടെങ്കിലും ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതേമാതിരി ബാക്ക് ഏരിയർ, സീറ്റ്, മഡ് ഗാർഡ്, കംപ്ലീറ്റ് സാധനം RXന്റെ കയറി. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 49,000 റുപ്യക്കാണ് കൊടുക്കുന്നത്. 49,500. അതെ, ആ പൈസക്ക് നമ്മളത് കൊടുക്കും ചെയ്യാം. ഒരു പേർക്കും മാറി തരാം. മാറി നമുക്ക് സെറ്റ് ആക്കിയാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത വരാൻ പോണ എന്താണ്? അടുത്ത നമുക്കൊരു RX കൊടുത്താലോ? RX ആക്കുന്നേ എല്ലാവർക്കും വേണ്ടത് RX കമന്റ് ഇട്ടോളി. അതാണ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കാണിച്ചു തരാം. അതാണ്. ഓക്കെ, പറ്റടുത്ത് അടുത്ത വണ്ടിയുമായിട്ട് ഒരു 2 സ്റ്റോക്ക് വണ്ടിയാണ്. RX 100 ആണ് വരുന്നത്. പൊളി. എടാ മോനെ നോക്കിക്കേ. ഓക്കെ, എങ്ങനെയാണ് നമ്മളെ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1990 മോഡൽ. 1990 മോഡൽ. അതിന്റെ പ്രായം 96. നമ്മളോനെ ഇതാക്കിയതാണ്, വെറുതാക്കിയതാ. ഓക്കെ, പറഞ്ഞോളൂ. ഈ വണ്ടി വന്ന കണ്ടീഷനിലപ്പോൾ ഉള്ളത്. വർക്കൊക്കെ എടുത്ത് കുട്ടപ്പനാക്കി കൊടുക്കാം. ഇതിപ്പോ എന്താ വെച്ചാൽ ബാക്കത്തെ റിമ്മ് തുരുമ്പുണ്ട്, കുറച്ച് വർക്ക് കൊടുക്കാണ്ട്. മച്ചാനെ ഓനവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടേ. എന്താണ് പേര്? റിൻഷാദ്. വണ്ടി ഇഷ്ടമാണോ? ഏത് വണ്ടി ഇഷ്ടം? എല്ലാ ബൈക്കും ഇഷ്ടം. വണ്ടി ഭ്രാന്തനാണ് അല്ലേ? അതിന്റെ പേരെന്താ? റിൻഷാദ് അല്ലേ? എവിടെ സ്ഥലം? സ്കൂൾക്ക് പോവാണോ? അവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണപ്പോളേ അങ്ങോട്ട് വരാം. എന്തായാലും സെറ്റ്. നമ്മളെ വീഡിയോ കാണല്ലോ. ഏതൊക്കെ വീഡിയോ കാണല്ലോ നമ്മള്? ഫോളോവറാ കാണിച്ചു കൊടുത്താൽ നമ്മളെ ഫോളോവർ ആണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. പവറായിട്ട് വീഡിയോ. ഇവിടെ കണ്ടമാനം ആൾക്കാരുണ്ട്. നമ്മളെ ടീമാ ബൾബറുണ്ടോന്നൊക്കെയാണ് ആ വീടിന്റെ അടുത്താണ്. ഹായ്, യെസ് താങ്ക് യു ബ്രോ. സ്പൾബർ നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. ഏകദേശം 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇതേപോലത്തെ കളി സാധനം നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ കാണിച്ചു തരും വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതേമാതിരി ചെക്കന്മാരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ട്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ചെറിയ ആളുകളും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഹായ് ബ്രോ, സെറ്റ് അല്ലേ? എന്താ പേര്? സിയാദ്. ഓക്കെ, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ 2 പേരെ കാണാൻ. ഓക്കെ, താങ്ക് യു ബ്രോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വരും ഉണ്ടാവട്ടെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഒന്ന് കാണണം. വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, അടുത്ത ആൾ ഒറ്റ. ഓക്കെ, എവിടെ സ്ഥലങ്ങൾ? കുറ്റിപ്പുറം. എൻ്റെ പേര് സിയാദ്. അതെ, സിയാദ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇതേപോലെ ആളുകൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ വഴിയിൽ നിന്ന് കാണുമ്പോൾ
അവരെ നമ്മൾ കാണുന്നതും അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പരസ്പര സംഭാഷണം അത് നമുക്ക് ഭയങ്കര ഉള്ളിൽ കൊള്ളുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കച്ചവടം നടന്നല്ല. ഇവരെ പോലത്തെ ആൾക്കാർ നമ്മളെ കൂടുതലാണ് നമ്മളെ ഏറ്റവും വലിയ ബലം. താങ്ക് യു ബ്രോ. ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? വീഡിയോ ഒക്കെ കാണില്ലേ? എന്നാ മതി. ഓക്കെ എന്നാ താങ്ക് യു. ഓക്കെ സ്പ്ലെൻഡർ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? സ്പ്ലെൻഡർ ഫാനാണ്. സെറ്റാണ്. ഓക്കെ എന്നായിക്കോട്ടെ. ഓക്കെ തുടങ്ങാം. നമുക്ക് തുടങ്ങാം. RX-നെ പറ്റി ഉഷാറായിട്ടൊന്നും തുടങ്ങല്ലേ? ഉഷാറായാലോ? ഓക്കെ പറോ. 1990 മോഡല്. അതും വണ്ടി വന്ന കണ്ടീഷനിലപ്പോ ഉള്ളത്. വണ്ടിമ്പോ ചെറിയ ചെറിയ വർക്ക് പെൻഡിങ് ഉണ്ട്. നല്ല വൃത്തിയാക്കി കുട്ടപ്പനാക്കി നല്ല പെയിന്റും കാര്യങ്ങളൊക്കെ എവിടെ കുറവ് വിളിച്ചാല് ക്ലിയർ എല്ലാ ഭാഗവും ക്ലിയർ ആയി പക്കാരി കൊടുക്കാം. നമുക്കൊരു 95 രൂപ ലെവലിൽ ഫുള്ള് ക്ലീൻ ആയി കൊടുക്കാം. കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അതാണ് റെഡി ആക്കിയിട്ടുള്ള പ്രൈസ് ആട്ടോ പറയുന്നത്. ഇത് ചേലുള്ള വണ്ടി നോക്കിയിരിക്കണം. അതാണ് എന്തൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ടോ ആ വർക്കിന്റെ പൈസ കുറച്ചിട്ട് അങ്ങനെ കൊടുക്കാം. നമുക്ക് അങ്ങനെ കൊടുക്കാം. റോഡിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഫാത്താദിന്റെ ടീം ഇങ്ങനെ ഫുൾ ഹായ് ഫ്രണ്ട്സ് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു. ഫാനായി ഓന് ഭയങ്കര ഫാനാണ്. നമ്മളിപ്പോ ഈ 95 പറഞ്ഞ വണ്ടി ഈ കണ്ടീഷനിൽ അല്ല, നമ്മൾ ഫുള്ള് കുട്ടപ്പനാക്കി നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ്. ഈ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റിനും കൊടുക്കാം. നമ്മൾ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫാത്താദിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി കാരണം അത് നമ്മൾ കള്ളോ കഞ്ചാവോ അല്ലെ ആൻസോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും വെച്ചിട്ടല്ല. അത് നമ്മളൊരു വരുന്നൊരു പവറാണ് അല്ലേ? അതാണ്. അത് വേറെ ഒന്നും വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമില്ല. ഡ്രഗ്സ് അല്ലെങ്കിൽ സാധനമൊന്നും നമുക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. അതിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് ആ ഒരു സംഗതിയിലേക്ക് പോകുന്ന ആളുകളെയും നമുക്ക് കൂടുതൽ ഇഷ്ടമില്ല. അപ്പോൾ അത് വിചാരിക്കരുത് നിങ്ങൾ. ഇത് നമ്മളൊരു പവറാണ്. നമ്മൾ പണ്ട് മുതലേ നമ്മളെ വീഡിയോ കാണുമ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊണ്ടോട്ടി വളാഞ്ചേരി കൂടി ചേർന്ന ഒരു പവറാണ് ഈ കാണുന്നത്. എന്തായാലും സെറ്റ്. ഓക്കെ നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിലായിരുന്നു കൊടുത്താലോ? ഒരു ബുള്ളറ്റ് ആക്കിയാലോ? NS ഉണ്ട്, ഡൊമിനാർ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് വരട്ടടാ. ഓക്കെ നമുക്ക് അടുത്ത വണ്ടി ബുള്ളറ്റ് ആണെന്നാ പറഞ്ഞത്. എന്തായാലും നോക്കാം പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആർമി കളർ. അതാണ് ആർമി കളർ സ്പെഷ്യൽ എഡിഷൻ ക്ലാസിക് 350. പ്രത്യേകിച്ച് ആർമി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അതാണ് ആർമി ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെ നന്ദി വരെയാണ്. കാരണം പല ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നത് ഉസ്താദുമാരാണെങ്കിലും ആർമിക്കാരാണെങ്കിലും മാഷന്മാരാണെങ്കിലും ടീച്ചറാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും 70 വയസ്സിന് മേലുള്ള ആളുകളാണെങ്കിലും 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ എന്റർടൈൻമെന്റും എൻജോയ്മെന്റും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും കാണുന്നുണ്ട് അല്ലേ? അത് ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഓക്കെ നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ്. 2018 മോഡല് സ്പെഷ്യൽ എഡിഷൻ ഡുവൽ ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓ ഇതൊരു RX സ്പ്ലെൻഡർ ഒക്കെ പൊക്കിയിട്ട് ഇത് കുറച്ച് ആനനെ താങ്ങുന്ന പോലെ. ഓക്കെ 2 പുത്തൻ ടയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അതേപോലെ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ 41,000 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളത്. ഓക്കെ ഇതിപ്പോ നിലവിൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ 1.25 റേഞ്ചിൽ ചോദിക്കുന്ന വണ്ടിയാണ്. മാർക്കറ്റില് നമ്മളെ വണ്ടി കച്ചവട മാർക്കറ്റില് 1.25 ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ്. നമുക്ക് പൾബറിന് വേണ്ടിട്ട് 1.15 നമുക്ക് കൊടുക്കാം. 10,000 രൂപ മാറ്റം വരുത്തിയിട്ട് 1.15 ചോദിക്കണം. അപ്പൊ 1.15 എന്റെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഫിനാൻസ് ആണെങ്കിൽ ഒരു 10-15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 10-15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അങ്ങനെ സിബിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാലേ ഈ ഒരു മാറ്റ് ബ്ലാക്ക് എഞ്ചിന് സൈലൻസർ ഈ ഭാഗങ്ങൾ വരുന്ന ഈ ഒരു മോഡലിന് പൊതുവെ മാർക്കറ്റിലുള്ള വണ്ടിയാണ്. ഇത് ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്. ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൽ ഒരു പ്രത്യേക ലുക്കുള്ള വണ്ടിയാണ്. ദുബായ്ക്കാർ വിളിച്ചോളി, ദുബായ്ക്കാരെ വണ്ടിയാണിത്. ദുബായ്ക്കാരെ വണ്ടിയാണ്. പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണലുണ്ടോ? എല്ലാവരോടും വളരെ നന്ദി പറയാണ്. നിങ്ങൾ അങ്ങനെ പ്രവാസികളായിട്ടുള്ള വീഡിയോ കാണുന്ന ആളുകൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി. ഓക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടാവില്ല ബുള്ളറ്റ് ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും പ്രവാസികൾ കൂടുതൽ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് കൂടുതലായിട്ട് പ്രവാസികളാണ്. എന്തായാലും ഇനി അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി പോയി വാടാ, നീ പോയി വാടാ. വണ്ടി വില കൂടി അടുത്ത വണ്ടി വില കുറയും. അതാണ് നമ്മളെ പവർ. അതാണ് സെറ്റ്. ഓക്കെ 2010 മോഡല്. ഓക്കെ പെയിന്റ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 39,000 രൂപ കൊടുക്കാം. ഒരു വർക്ക് എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം 39,000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം. മോരെത്തി സാധനം പവർ സാധനത്തി. ഓക്കെ പിടി ഒന്ന് ഈ പിടി. ഓക്കെ ഇനി ഇത് കൂടും അല്ലെങ്കിൽ തന്നെ പവർ പിടിച്ചാൽ കിട്ടില്ല. ഇനി ഇത് കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഫുൾ പവർ കൂടും. ഫുൾ പവറോ? കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ച ബാക്കി
വണ്ടിന്റെ മോഡല് വണ്ടിയുടെ മോഡൽ 2010 മോഡല്. മോഡൽ കൂടി വണ്ടികൾ കുറെ ആൾക്കാർ ചോദിക്കാനുണ്ട്. അങ്ങനത്തെവർക്കുള്ള വണ്ടി 39 രൂപയ്ക്ക് കൊടുക്കാം. 39 രൂപയ്ക്ക് നല്ല ക്ലീൻ വണ്ടി, 9 മോഡൽ അല്ലേ? അതാണ് നല്ല നീറ്റ് വണ്ടി, അതായത് മിന്റ് കണ്ടീഷൻ വണ്ടി തന്നെ പറയാം. എഞ്ചിൻ ആണെങ്കിലും വണ്ടിന്റെ വർക്കിംഗ് ആണെങ്കിലും ടാങ്ക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഈ വരുന്ന കസ്റ്റമേഴ്സിന് ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടുന്ന് ക്ലിയർ ആക്കിയിട്ട് അവരെ പറഞ്ഞേക്കും. ക്ലിയർ ആക്കിയിട്ട് ഇനി അഥവാ അവർക്ക് ഇവിടുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ നാട്ടിൽ കൊണ്ടേ ചെയ്തോട്ടെ. നമുക്ക് അതിന്റെ അതാണ് ഫത്താഹിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായം മാത്രമല്ല, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം കൂടി. വണ്ടി എന്ന് പറഞ്ഞാൽ ഫത്താഹ് ഈ ഒരു പരിപാടി തുടങ്ങിയത് തന്നെ ഓന്റെ ചെറുപ്പം മുതലേയുള്ള ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാല് കുട്ടിക്കാലം മുതലേ RX 2 സ്റ്റോക്ക് സ്പ്ലെൻഡർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആഗ്രഹിച്ച് വണ്ടി എടുത്തിട്ട് ആ വണ്ടിമെന്ന് പിന്നെ കച്ചവടം തുടങ്ങിയ ആളാണ്. മൈൻഡ് സെറ്റ് ഫത്താഹിനെ അറിയാം. നിങ്ങള് വിളിച്ചോളി, നമുക്ക് സെറ്റ് ആക്കി തരാം. നമ്മളെ ചെക്കന്മാരാണ് നിങ്ങൾ, നമ്മളെ പയ്യന്മാരാ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സെറ്റ് ആക്കി തരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ കേരള ഓടി നടന്നിട്ട് നിങ്ങൾക്ക് ഈ വണ്ടികളെ കളക്ഷനൊക്കെ കാണിച്ചു തരുന്നത്. നിങ്ങൾ മാക്സിമം സെറ്റ് ചെയ്തോളി. ഈ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ അതിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ ഒരു വിലക്ക് നിങ്ങൾ ഈ വണ്ടി എടുത്താൽ ഈ വണ്ടിന്റെ ഈ വില എപ്പോഴും ഉണ്ടാവും. പിന്നെ അതുമല്ല മെയിൻ്റെനൻസ് വളരെ കുറവാണ്. വൈസർ ആണെങ്കിലും മറ്റുള്ള ടയർ ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും സ്പെയർ പാർട്സുകളാണെങ്കിലും എന്താണെങ്കിലും ഇതിന് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. കൊണ്ടെടുക്കാൻ കേടുവരില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇത് വണ്ടി വിൽക്കാനും ആളുകൾ ഇതിന്റെ ആരാധകരെന്ന് പറഞ്ഞാല് ഏജ് ആയുള്ള ആൾക്കാരും പ്രായം കുറഞ്ഞ ചെക്കന്മാരും എല്ലാവർക്കും ആവശ്യമുള്ള. അതുപോലെ ഇതിപ്പോ എല്ലാ വിൽക്കൂല വണ്ടി. അതായത് വീട്ടിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ലൈഫ് ലോങ് അവിടെ എങ്ങനെ എടുക്കും അല്ലേ? അതുകൊണ്ടാണ് ഇതിന് ഡിമാൻഡ് കൂടാൻ കാരണം. പഴയ മോഡലിന് പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് ഡിമാൻഡ് കൂടും. നല്ല മൈലേജ്, മെയിൻ്റെനൻസ് കുറവ്. ഇത് തന്നെയാണ് സ്പ്ലെൻഡറിന്റെ ഏറ്റവും വലിയ കാര്യം, ഹൈലൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി ഇട്ട് വാ, ഇതൊന്ന് സെറ്റ് ആകട്ടെ. അടുത്ത വണ്ടി അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബാ ബാ ബാ. നമ്മുടെ വണ്ടികളെന്ന് പറഞ്ഞാലേ ഒക്കെ ഒരു യൂണീക്ക് ആയിട്ട് വർക്ക് എടുത്ത വണ്ടികളാണ്. ഒന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. ഏകദേശം ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് ഇത് വണ്ടി 2003 മോഡല്, 2026 വരെ പേപ്പർ. ഓക്കെ, എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വർക്ക് എടുത്തത്. സിലിണ്ടർ കിറ്റ് വരെ മാറി നല്ല പക്കായിട്ട് നമ്മൾ ചെയ്താണ്. റീസെന്റ് ചെയ്താണ് നമ്മളെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള ഫുള്ള് വർക്ക്. ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ അപ്പോ വണ്ടിക്ക് നമ്മള് ബാക്ക് ടയർ കുറവുണ്ട്. ടയർ നമ്മൾ മാറ്റി പുതിയ ടയർ ഇട്ട് കൊടുക്കും. വേറെ വർക്കൊന്നും പെൻഡിങ് ഇല്ല. എടുക്കുന്ന ആൾക്കാർക്ക് നേരെ എടുക്കുക, കൊണ്ടുപോകുക, ഓടിച്ച മാത്രം ചെയ്താൽ മതി. അപ്പൊ നമുക്കിതൊരു നമ്മള് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 ഉറുപ്പ്യാണ്. എടുക്കുന്ന ആൾക്കാർ ഒന്ന് എടുക്കാൻ ചോക്കണല്ലോ. ഓക്കെ, സ്പ്ലെൻഡർ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കൊണ്ടുവരാൻ ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കൂടെ ഞാൻ, അന്നൊരു പ്രശ്നമില്ല. പഴയ കളിക്കാരല്ല കാര്യം അറിയാലോ. ഞാൻ ഇങ്ങനെ എടുത്തു വണ്ടി ഇങ്ങനെ വയറന്നെ അതിനുള്ളതാണ്. അതെ. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? അപ്പോഴേ ഈ വണ്ടി നമുക്ക് ഒരു 50 ഉറുപ്പ്യക്ക് ടയറും മാറി പേർക്കും മാറി കൊടുക്കാം അല്ലേ? പുതിയ ടയർ ബാക്കിൽ കൊടുക്കാം. ഓക്കെ, എഞ്ചിനൊന്നും ഒന്നും ചെയ്യണ്ട, വണ്ടി വണ്ടി ഫുള്ള് സെറ്റാണ്. ബാർ ഹാൻഡിൽ ചെയ്തത് ഫുള്ള് സെറ്റാണ്. അതെ, കണ്ണൂർ വണ്ടിയാണ്. അതെ. നമുക്ക് ഇനി ചെക്കന്മാരാണെങ്കിൽ ഒന്നാണ്ട് ഇരുന്നിട്ട് ഫേസ് ടു ഫേസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കാൻ. അടിപൊളി. എന്നാ ആയിക്കോട്ടെ. ഒരു സാധനം വരുന്നുണ്ട്. ഇത് മുത്ത് സാധനമാണ് അല്ലേ? മോഡിഫൈ ചെയ്ത സ്പ്ലെൻഡർ, ഗ്രാഫിക്സ് ചെയ്ത സ്പ്ലെൻഡർ, ചെയ്ത സ്പ്ലെൻഡർ, എഞ്ചിൻ വർക്ക് എടുത്ത സ്പ്ലെൻഡർ, പിസ്റ്ററിന് മറുകാട് ചെയ്ത സ്പ്ലെൻഡർ, ബാർ ഹാൻഡ് ചെയ്ത വണ്ടി. യെസ്, അങ്ങനെ മിറർ ഉള്ള വണ്ടി അല്ലേ, എഞ്ചിനുള്ള വണ്ടി. അതാണ്. ഓക്കെ, എങ്ങനെയാണ്? പെരും മൈലേജ് ഉള്ള വണ്ടി സ്പ്ലെൻഡർ. ലാംഗ്വേജ് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഓൾ കേരള ലെവലിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എവിടേക്കൊക്കെ ഡെലിവറി പോയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് എല്ലാ ഭാഗത്തും പോയില്ലേ? നമ്മളൊക്കെ പുറത്തൊക്കെ വരെ പോയിണോ? പുറത്തൊക്കെ വരെ ഇവർക്ക് എൻക്വയറി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പൊ പല ആളുകളും നമ്മളെ വീഡിയോ കാണുന്ന. അപ്പൊ ഇപ്പോഴും എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കോളുന്നില്ല. അതായത് അത്യാവശ്യം അതാണ് ആ ഒരു പവറാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ നമ്മളെ മലപ്പുറത്താർക്ക് കുറ്റൂസ് അറിയാം. എനിക്ക് എന്താ കുറ്റൂസ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ കുട്ടിരിക്കൽ. അതെ, പക്ഷെ നമ്മളെ മഞ്ചേരിക്കാരായിട്ടുള്ള എന്റെ ചങ്ങായി സുഹൃത്ത് നബീലൊന്നും കുറ്റൂസാറിനെ അറിയില്ല. ഓനെ ചങ്ങായി കുറ്റൂസാറിനെ അറിയില്ലേ? അതായത് മലപ്പുറത്താരെ പറയിപ്പിച്ചാണ് കുറ്റൂസ് പറഞ്ഞാല് വീട് കാഴ്ച അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് എന്നൊക്കെ അറിയില്ലേ, അതിനാണ് കുറ്റൂസ് എന്ന് പറയില്ലേ. അങ്ങനെ കുറെ വേറെ ഒന്നും നമ്മൾ ഓരോ ഏരിയയിലുള്ള അപ്പം മഞ്ചേരിയുള്ള ആൾക്കാർക്ക് കൊണ്ടോട്ടിയുള്ള കറക്റ്റ് ലാംഗ്വേജ് അറിയില്ല. ഞാൻ കൊണ്ടോട്ടിക്ക് ഈശ്വരിയാണ് എൻ്റെ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് വരുന്നത്. അവിടെ നിന്നാണ് ഫത്താഹിൻ്റെ അടുത്തേക്ക് വളാഞ്ചേരിയിലേക്ക് വരുന്നത്. ഫത്താഹിനെ അറിയാം കുറ്റൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഏരിയയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല.
കജ്ജി പജ്ജി നജ്ജി കുജ്ജി ഇങ്ങനത്തെ അതാണ് മലപ്പുറം അതിൽ പെട്ടതാണ് ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പരാതി തീർത്താൽ തീരൂല. അതാണ് അത് ഇന്ത്യന്റെ ഒരു മെയിൻ പ്രത്യേകതയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ലാംഗ്വേജുകൾ, ഇത്രയും ലാംഗ്വേജുകളും ഇത്രയും മതങ്ങളും ഇത്രയും ഡിഫറെന്റ് കൾച്ചറുകളൊക്കെ ഉള്ളത് അല്ലേ. എന്തായാലും നമ്മൾ അതല്ലേ പറയാം, നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ 2003 മോഡൽ മോഡിഫൈ ചെയ്ത സ്പെൻഡർ, അതും എഞ്ചിൻ വർക്ക് എടുത്തിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ്ലി പെയിന്റ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്, ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഐറ്റ് കൂട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒറ്റ പറഞ്ഞു അത് പറഞ്ഞില്ലേ ഇനി വിലയുടെ പറയേണ്ടത്. വില പറയണോ? വില നമുക്ക് 52,000 റുപ്യ ഞമ്മക്ക്. അത് നിങ്ങളെ റേറ്റ് ആണ്. എന്താറിയോ, വണ്ടി എടുത്തിട്ട് ഫുള്ള് നമ്മൾ വർക്ക് എടുത്താണ്. പെയിന്റിങ് കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ആക്കി പെയിന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നീറ്റ് പെയിന്റ് ആണ് കേട്ടോ. അതായത് പെൻഡിങ് ഉള്ളത് സീറ്റ് കവർ അടിക്കാനുള്ളൂ, അത് അടിച്ച് വൃത്തിയാക്കി കൊടുക്കും, ക്ലിയർ ആക്കി കൊടുക്കുന്ന പറഞ്ഞത്. എടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുക്കണ്ട. ഇപ്പൊ ഒറ്റക്ക് പോള വരേണ്ടി ആരോദിന് വാട്ടിട്ട് നിൽക്കുന്നുണ്ടോ, അതായത് ആരോദിന് പൂതി വെച്ച് നിൽക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒറ്റക്ക് പോള പരിപാടി ഞാൻ പിടിച്ചു വെച്ചതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? ഉള്ള ഓക്കെയാണ്. അടുത്ത വണ്ടി എടുത്ത് വാ. അടുത്ത വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു പൊട്ട് സാധനമാണ്. അണ്ടർ ബില്ല്, അതുപോലെ തന്നെ ഹൈറ്റ്, ബാർ ഹാൻഡില്, സിനിസിന്റെ ഷോക്ക് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ പണ്ടാറും ഉണ്ടല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മളിതിനെ ചോദിക്കുന്നത്? ഇത് 98 മോഡല് 2028 വരെ പേപ്പർ. ഒന്ന് ബാക്ക് വെച്ചോ, ഒരു മിനിറ്റ് കേട്ടോ. സംഭവത്തുണ്ടായിട്ടില്ല, ഹൈറ്റുള്ളതുകൊണ്ടാണ്. മറ്റേ നേരത്തെ പൊക്കാൻ കഴിച്ചതൊക്കെ പറഞ്ഞു, ഇപ്പൊ ബാക്ക് വെച്ച ട്രോൾ വരും. അതാണ്. ഓക്കെ, നല്ല ഫാൻസി നമ്പർ. 98 മോഡല്. 98 മോഡല്. ഓക്കെ, 2028-29 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, വണ്ടി ഫുള്ള് വർക്ക് എടുത്തിട്ടുണ്ട്. ടിസ്റ്ററിന്റെ മഡ്ഗാർഡ്, ഷോഗൺ ഇൻഡിക്കേറ്റർ, ബാർ ഹാൻഡിൽ, RX മിറർ, ഫോണിക്സിന്റെ ഷോക്കപ്പ്, പുതിയ പെയിന്റിങ്, അണ്ടർബെല്ലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൊട്ടിന് പൊട്ട്. യെസ്, ഒന്ന് ചാട്ടാക്കിയാലോ ഒന്നുകൂടി. ഓ, പൊട്ടിന് പൊട്ട്. യെസ്. എങ്ങനെയാണ് ചോദിക്കണേ? ഇത് നമുക്ക് 49 ചോദിച്ചിരുന്നത്. 48 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ സീറ്റ് ഓവർ മാറി കൊടുക്കാം. സീറ്റ് ഓവർ മാറി എടുക്കാം അല്ലേ? ഇതൊക്കെ പെട്ടെന്ന് പുതിയതായിട്ട് ഇങ്ങനെ വരുന്ന വണ്ടികൾ, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇടക്കുന്ന നിലക്കൊക്കെ വീഡിയോ ചെയ്യണം വിചാരിക്കും. വണ്ടി വരും, അങ്ങനെ എത്ര നമ്മൾ തന്നെ എത്ര നമുക്ക് നാളെ ചെയ്യണടാ വീഡിയോ, അല്ലെ അടുത്ത ഈ വീക്കിൽ നമുക്ക് ചെയ്യട്ടോ വീഡിയോ എന്ന് കാര്യം. അതിനും വേണ്ടി നമ്മളെ കമന്റിൽ വരുന്ന കമന്റ് എത്രയാണോ, നമുക്ക് വണ്ടികൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യും, അപ്പൊ അങ്ങനെ സെയിൽ ആവും. അപ്പൊ നമുക്ക് വണ്ടികൾ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള വണ്ടികൾ ഉണ്ടാവും. ഈ മാക് മോട്ടോ ഡ്രൈവിന്റെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലാസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രാഫിക്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സംഗതി കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിനുള്ളിൽ മാക് മോട്ടോ ഡ്രൈവിന്റെ ഒരു മിനി ഏച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളി. അതുപോലെ തന്നെ കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അതിന് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. നമുക്ക് ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഓഫർ പ്രൈസ് ആണ്. അടുത്ത വണ്ടി എടുത്ത് വാടാ. സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. നേരത്തെ കൊടുത്ത ക്ലാസിക്, ഇപ്പൊ കൊടുത്ത സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? 2017 മോഡല്, നല്ല വൃത്തിയുള്ള വണ്ടി, ഫ്രണ്ട് ടയർ കുറവുണ്ട്, നമുക്ക് മാറ്റി കൊടുക്കാം. 88,000 രൂപ. ഫിനാൻസ് ഒക്കെ ആണെങ്കിലോ? ഫിനാൻസ് ആണെങ്കിൽ ഒരു 10-15 രൂപയ്ക്ക് നമുക്ക് 10-15 രൂപയ്ക്ക് കൊടുക്കാം. തലപതി തല. ഇത് തലന്റെ വണ്ടിയാണോ? അതെ, ദളപതിയുടെ ഒരു ഫാനിന്റെ വണ്ടിയാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതേപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കല് പൊതുവെ കുറവാണ്. എന്തായാലും സെറ്റ് ഈ ഒരു അത്രയും വൃത്തിയുള്ള ഈ ഒരു വണ്ടി ദളപതിന്റെ വണ്ടിയാണ്. എത്ര പ്രൈസ് പറഞ്ഞേ? 88 രൂപ. 88. നമുക്ക് ടയറും മാറ്റി കൊടുക്കാം. അതിൽ നമുക്ക് ടയർ ചെറുതായിട്ട് ഓടാനുള്ളതൊക്കെ ഉണ്ട്. ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ അതിന്റെ പൈസ കുറച്ചും ചെയ്യാം. ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ വണ്ടി സെറ്റ് അല്ലേ? വണ്ടി സെറ്റാണ്, മിന്റ് കണ്ടീഷൻ അല്ലേ? അടിപൊളി. അടുത്ത വണ്ടി എടുത്തു വാ. പൊട്ടിച്ചാണ് വരുന്നത് ചെക്കം. പൊട്ടിന്റെ പൊട്ട്. നല്ല രസത്തിലുള്ള പൊട്ടാണ്. രസത്തിലുള്ള പൊട്ട്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? പിന്നെ 98 മോഡല്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2029 വരെ പുതിയ ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. നമ്മളെ കുഞ്ചാഗോപന്റെ വണ്ടി ഇവിടെ. കുഞ്ചാഗോപന്റെ വണ്ടി അടുത്ത നമ്മൾ കൊണ്ടുവല്ലോ. അടുത്ത വണ്ടി കുഞ്ചാഗോപന്റെ വണ്ടി. നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. ആ വണ്ടി കണ്ടോളി, പൊളിക്കും നമ്മൾ. വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ഫുള്ള് നമ്മൾ എടുത്താണ്. എഞ്ചിൻ വർക്ക്, ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു വണ്ടി. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 48 രൂപയ്ക്കാണ് കൊടുക്കാം.
48 റുപ്യക്ക് നമുക്ക് യൂറോ 1 ആണ്, ഒറിജിനൽ യൂറോ 1 എഞ്ചിൻ വർക്ക് കാര്യങ്ങളെല്ലാം ഇവര് സെപ്പറേറ്റ് എടുത്ത് നാട്ടാ പറഞ്ഞത്. മറ്റുള്ള വണ്ടി മോശം എന്നല്ല പറഞ്ഞത്. ഈ വണ്ടി ഇവര് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഉള്ളിൽ കൂടെ കോൺഫിഡൻസ് ആണ് അല്ലേ? അതാണ് പറഞ്ഞത്. ചില വണ്ടികളൊക്കെ പാർട്ടി എഞ്ചിൻ വർക്ക് എടുത്തു തരുന്ന വണ്ടികളാണ്. നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി അതിൽ പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നമ്മളെ വർക്ക്ഷോപ്പിൽ നമ്മൾ എടുക്കണം. നമ്മളെ വർക്ക്ഷോപ്പ് നമുക്ക് എത്ര വർക്ക്ഷോപ്പ് ഉണ്ട്? നമുക്ക് 2-3 നമ്മളെ വർക്ക്ഷോപ്പ് ആരാ ഇനാഗ്രേറ്റ് ചെയ്ത്? ഒന്ന് ഇടതുകാലം വെച്ചിട്ടാ കയറിക്കണേ. ഫസ്റ്റത്തെ ഇനാഗ്രേഷൻ നമ്മൾ ഇടതുകാലം വെച്ചിട്ടാ കയറിയത്. അത് നമുക്ക് അറിയാത്തോണ്ട് ഫസ്റ്റ് ഇനാഗ്രേഷന് നമ്മൾ വിളിച്ചത് ഫത്തായിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഫത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്നും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള്. അതെന്താ വെച്ചാല് നമുക്ക് ഫസ്റ്റ് ഒരു ഇനാഗ്രേഷൻ വരുന്നതിന്റെ ഒരു ബേജാറിലാണ് നമ്മൾ കട്ട് ചെയ്തത്, ഇങ്ങനെ കേറിയത്. ഇനി വരാൻ പോകുന്നത് നമ്മളെ കുഞ്ചാക്കോപ്പന്റെ വണ്ടിയാണ്. കുഞ്ചാക്കോപ്പൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കളർ വണ്ടിയാണ്. അദ്ദേഹത്തിന്റെ മൂവിയിൽ അനിയത്തി പ്രാവ് എന്ന് പറഞ്ഞ പടത്തിൽ ഇറങ്ങിയ വണ്ടിയാണ്. ആ വണ്ടിയല്ലോ അതുപോലത്തെ വണ്ടിയാണ്. 94 മോഡൽ. യെസ്, 2026 ഒരു പേപ്പർ. അത്യാവശ്യം വർക്ക് മേളൊക്കെ എടുത്തിട്ട് പിസ്റ്റൺ വർക്ക് എടുത്തിട്ടുണ്ട്. മോട്ടോടി ടയർ, ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, മിറർ ഉണ്ട്. 94 മോഡലാണ്. ഇന്ത്യൻ വിപ്ലവത്തിൽ ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ചിറക് വിടർത്തി വന്നത് അന്ന് തുടങ്ങിയതാണ്. ഇതിന്റെ ഒരു പവർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെല് ചെയ്ത വണ്ടിയാണ് ബൈക്കുകളിൽ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടി. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് അല്ല, ഒരു മോസ്റ്റ് പോപ്പുലർ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ വണ്ടി സ്പ്ലെൻഡർ, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഇപ്പോൾ നിലവിൽ ഹീറോ എന്നുള്ള പേരിൽ മാത്രമാണ് സ്പ്ലെൻഡർ ഇറങ്ങുന്നത്. എങ്കിലും ആ സ്പ്ലെൻഡറിന്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പഴയ വണ്ടിക്ക് അതിൻ്റെതായ മാർക്കറ്റ് ഉണ്ട്. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മോര് കൊണ്ട് തീർന്നിട്ടില്ല. അതിന്റെ പേരെന്താ? ഉനൈസ്. അപ്പുറത്ത് ആ സൂപ്പർ മാർക്കറ്റ് മിക്കവാറും, അതായത് കുളത്തിങ്ങൽ അല്ലേ? അതിന്റെ നെടുന്തൂണാണ്. അതിന്റെ നെടുന്തൂണ കയറി വരുന്ന നെടുന്തൂണ. അപ്പം ഇങ്ങോട്ട് നിന്നാ ബിൽഡിംഗ് നോക്കും. ഞാൻ പോയിക്കോ. പിന്നെ സുഹൈലില്ലേ? ഓക്കെ. അപ്പോൾ സോറി, ഉനൈസ് ഇതിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞത്. അതായത് കുളത്തിങ്ങൽ സൂപ്പർ മാർക്കറ്റ് നല്ല കച്ചവടം ഉണ്ടാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് മോര്, വെള്ളം എന്നുള്ള സാധനങ്ങളൊക്കെ സത്തെന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ തുടങ്ങാൻ പോവാണ്. മോരുമ തീർന്നിട്ടില്ല, ഈ വെള്ളം കുടിക്കേണ്ടി വരും. ഇതൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ. ഞങ്ങളിങ്ങനെയാണ്. കുറച്ച് വെള്ളം കുടിച്ചാലോ? കുടിച്ചിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങൾ വിചാരിച്ചത് കട്ട് ചെയ്ത് തുടങ്ങും. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? നിങ്ങൾ ചോറ് കഴിക്കണ നേരത്തെ ചിലപ്പോൾ ഈ വീഡിയോ കാണാം. അത് വിചാരിച്ച് നമുക്ക് ചോറ് കഴിച്ചാൽ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ വെള്ളം കുടിച്ച നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ബാക്ക് SGV ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ പുത്തൻ ടയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ആയിട്ട് കൂടിയുണ്ട്. RX ഇൻഡിക്കേറ്റർ, RX മിറർ, ബാർ ഹാൻഡില്, എഞ്ചിനും കയറ്റി കൂടിയോ? അത് കിട്ടാല്ലേ? ഓക്കെ, നമുക്ക് കുഞ്ചാക്കോപ്പന്റെ ഈ വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? കുഞ്ചാക്കോപ്പന്റെ വണ്ടിക്ക് നമുക്ക് ഒരു 40 രൂപ കൊടുക്കാം. 40 രൂപയോ? ഈ കളറോ? കുഞ്ചാക്കോപ്പന്റെ വണ്ടിയോ? നമുക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ചില വണ്ടികളൊക്കെ നല്ല റേറ്റ് കൂടുതലായി തോന്നിയിട്ടുണ്ടാവും. നിങ്ങളെ പറഞ്ഞ കാര്യമില്ല. കാരണം നമ്മളെ എടുത്ത വർക്ക് ഒന്നാമത് നമ്മൾ എടുക്കണെന്നാണ് നല്ല ടോപ്പ് റേറ്റിന് എടുക്കുന്നത്. അത് എടുത്തിട്ട് നമ്മൾ ഈ കൊടുക്കും. അങ്ങനല്ലേ? അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ 26,000 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. വണ്ടി തരാം. 20,000 സ്പ്ലെൻഡറൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് കിട്ടണം. നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനത്തെ സ്പ്ലെൻഡർ നിങ്ങൾക്ക് എത്രയൊക്കെ കൊടുക്കാൻ വെച്ചാൽ നിങ്ങൾ 20,000 കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്തോളി. ഞാൻ വാങ്ങിക്കോളാം. 100 പീസ് സ്പ്ലെൻഡർ 20,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ കമന്റ് ഇടും, ഹായ് സെറ്റ് ആയിട്ടോ. ഓക്കെ, അതായത് കുറെ ആൾക്കാർ നമ്മളോട് പറയലുണ്ട്, ചങ്ങായി എൻ്റെ അന്തരം നില കൊടുത്തത് 20,000 രൂപയ്ക്ക്, അല്ലെങ്കിൽ 15,000 രൂപ, 10 രൂപയ്ക്കാണെന്ന് പറയും. അങ്ങനെയുള്ള ആൺകുട്ടികളുണ്ട്. വരടാ, 100 പീസ് സ്പ്ലെൻഡർ നമ്മൾ വാങ്ങും. എന്നിട്ട് നമ്മളെ ചെക്കന്മാർക്ക് അത് ചെറിയ പൈസക്ക് നമ്മൾ കൊടുക്കും. അതാണ് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഈ നമ്പർക്കാണ് വിളിച്ചാൽ മതി. നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഫോട്ടോ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് വണ്ടി പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് പാർക്ക് ആൻഡ് സെയിൽ അവൈലബിൾ ആണ്. നിങ്ങളെ കയ്യിൽ കൊടുക്കാനുള്ള വണ്ടി നിങ്ങൾക്ക് നമ്മളെ ഷോറൂമിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വർക്ക് മേളൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ. ജിമ്മിന് വന്നല്ലേ? ഇതൊന്നും കൂടിയത് കുറെ നേരമായി നടക്കോ നോട്ടെ. ജിമ്മിന് വേണ്ടി വെഹിക്കിളില്ലതാ കൊറേ ആയി ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നു. ഇപ്പോഴാ കണ്ടല്ലേ? ഏതായാലും എനിക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കലുണ്ട്. ഉസാറാക്കോയി. നമ്മള് എപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മളവിടെ കൊണ്ടോട്ടിയാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടെ ഞാൻ ഓനെ വിളിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്ന എന്താണ് ചെയ്യേണ്ടത്, നാളെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഓനെ ചോദിച്ചാല്. അപ്പോൾ ഓനിങ്ങനെ ഇവിടെ വണ്ടിന്റെ കുറവുകൊണ്ടും ഇതുകൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ്
ആയിക്കോട്ടെ എങ്ങനെ കൊടുക്ക പോണേ ഇപ്പം വീട്ടിൽ പോവാ ഉഷാറല്ലേ സുഖമല്ലേ അൽഹംദുലില്ലാ എല്ലാവരും ഉഷാറായിട്ടെന്നാ കേട്ടോ എന്നാ യാത്രകളൊക്കെ ഉഷാറായി നടക്കട്ടെ എന്നാ ആയിക്കോട്ടെ ഞാൻ വരാം ആയിക്കോട്ടെ ഉണ്ട് ആയിക്കോട്ടെ പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടോളി ആയിക്കോട്ടെ ക്യാമറ എന്നായിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി ഫത്താവിന്റെ പണി കാണാൻ വീട്ടിലാണ് പരിപാടി ജാസ്റ്റിന്റെ വീട്ടിൽ പരിപാടി ഉണ്ടോ ആ അന്റെ ഇപ്പൊ കാറൊക്കെ ഓടിച്ചൂലേ കാറൊക്കെ ഓടിക്കൂലേ പലത് ലോറിയൊക്കെ ഉണ്ട് ലോറി ഉണ്ടോ ലോറി ഉണ്ട് കേട്ടോ വലിയ ആളാ ചെറിയ കളിക്കാരനല്ലേ വലിയ കളിക്കാരാ അടുത്ത വണ്ടിയായിട്ട് വരുന്നുണ്ട് മാറ്റി നിർത്തും അജാതി പെർഫോമൻസാ പെർഫോമൻസ് ഇത് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടേക്കോ വണ്ടിയല്ലേ കേട്ട വണ്ടിയാണ് വണ്ടി സെറ്റ് ആണ് അല്ലേ വണ്ടി സെറ്റ് ആണ് അത് മാത്രമല്ല നല്ല പെർഫോമൻസ് ഒന്നുകൂടി ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചു പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ പറയാം 93 മോഡലാണ് വരുന്നത് ഓക്കെ പുതിയ ഫിറ്റ്നസ് പുതിയ പേപ്പർ പുതിയ പെയിന്റിങ് പവർ ത്രോട്ടില് ആർഡിയുടെ ഹാൻഡില് SGV അതേമാതിരി നല്ല ടയേഴ്സ് ഒക്കെ നല്ല ക്ലീൻ ആണ് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ വണ്ടിയാണ് നല്ല അടിപൊളിയാണ് നല്ല രസം ഓടിക്കാൻ ഓടിച്ചു നോക്കാം പ്രശ്നമില്ല പറയും ഇത് നമുക്ക് ഒരു 95 ഉറുപ്പ്യക്കാണ് കൊടുക്കാം 95 ഉറുപ്പ്യക്ക് നമുക്ക് ഈ വണ്ടിയാണ് കൊടുക്കാം ഒരിക്കൽ ചാവി ഓണാക്കണ്ട എന്നാലല്ലേ ചാട്ടാവുള്ളൂ പോയിട്ടു ആയോ ഹെൽമെറ്റ് ഇടാതെ എല്ലാം ഓടിക്കാൻ പറ്റൂല പവറേ യെസ് അടുത്തത് ഒരു ഓഫ് റോഡ് വണ്ടിയാണ് ഓഫ് റോഡ് ചെക്കന്മാർക്ക് വേണ്ടി യെസ് ഒരു ഓഫ് റോഡ് വണ്ടി എന്ന് പറയുമ്പോ ആ ഓഫ് റോഡ് വണ്ടി ഇരിക്കണോനും അതിന്റെ ഒരു പവറും ആക്ഷനും കൊടുക്കണം ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് 2019 മോഡല് ഓക്കെ നമ്മൾ എഞ്ചിൻ സംബന്ധമായ വർക്കൊക്കെ പെടുത്തതാണ് ഓക്കെ അതേപോലെ 2 പുത്തൻ ടയർ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാറ്ററി വീക്കാണ് ബാറ്ററി നമുക്ക് മാറ്റി കൊടുക്കാം പുതിയ ബാറ്ററി ഇട്ട് കൊടുക്കാം അല്ല നമ്മളിപ്പം ഇവിടുന്ന് എടുക്കുന്ന വണ്ടിക്ക് മെക്കാനിക്കൽ പരമായിട്ട് എല്ലാം ക്ലിയർ ആക്കി ബാറ്ററി ബാറ്ററി ഇട്ട് കൊടുക്കൂലേ ടയർ ടയർ ഇട്ട് കൊടുക്കൂലേ മൊത്തത്തിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം അയ്യോ വണ്ടി അതിനായിട്ടൊരു കൊട്ടോണ്ടിനെ വാങ്ങിയിട്ടുണ്ട് നമ്മള് ഒന്ന് കാണിച്ചു ചെക്കന്മാരെ കാണിച്ചു ആ പോണക്കാരെ കൂടെ ഫുൾ വൈബാക്കിട്ട് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് 87 രൂപ കൊടുക്കും ഫിനാൻസ് ഒക്കെ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിൽ ഒരു 10 രൂപ ഇറക്കി കൊടുക്കാം നമ്മളെ സ്പ്ലെൻഡറിന് ഫിനാൻസ് കിട്ടില്ല കേട്ടോ അതിന് നിങ്ങൾ പ്രത്യേകം വിളിക്കണ്ട നമ്മളെന്താ അറിയോ 2016 ലോൺ ചെയ്യണുള്ളൂ അതിപ്പോ വിന്റേജ് ഉണ്ടൊക്കെ നമ്മൾ ലോൺ ചെയ്യുന്നില്ല RX ആയിക്കോട്ടെ സ്പെൻഡർ ആയിക്കോട്ടെ കുറെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് ചെയ്ത് തരില്ല ഓക്കെ അടുത്ത വണ്ടി എടുക്കാൻ പോയിന് ഇതിന്റെ സിംഗിൾ ഷോട്ട് എടുക്കട്ടെ അല്ല ഇനി സ്പെൻഡർ വേണോ ഏതാ വേണ്ടേ എനിക്ക് ഇഷ്ടമുള്ളടുത്ത് വാടാ പവറിന് പവർ ലുക്കിന് ലുക്ക് ഇതിന് വേറൊരു മൂടാ ചെക്കന്മാർക്ക് NS200 അതെന്ന് പറഞ്ഞ പൾസറില് ബജാജില് ഒരു സ്റ്റണ്ടിങ് നടത്താൻ പറ്റിയ വണ്ടിയും അതുപോലെ ലുക്കിന് ലുക്കും ഒരാളെ മുന്നില് നീച്ച് നിർത്തി പോണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു മോഡൽ വണ്ടിയാണ് NS200 എങ്ങനെയാണ് 2017 മോഡല് 2 പുത്തൻ ടയർ നല്ല അടിപൊളി കണ്ടീഷൻ വണ്ടി ഓക്കെ ഇത് നമുക്കൊരു 75 രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി നമുക്ക് തരാം കൊടുക്കാം നമുക്ക് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ 10 രൂപ ഇറക്കി കൊടുക്കാം 10 രൂപ നല്ല സിവിലുള്ള ആൾക്കാർക്ക് 15 ഇറക്കി തരാം വെറും 15000 രൂപയ്ക്ക് നമുക്ക് ഇറക്കി കൊണ്ടുപോകാം ഈ വണ്ടി എന്ന് പറഞ്ഞത് ഓക്കെ NS200 ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് വണ്ടി സെറ്റ് അല്ലേ അതെ ഓക്കെ അടുത്ത റയർ സ്ഥാനം കൊണ്ട് വാടാ വന്നോ വണ്ടിയായിട്ട് ഏതാണിത് സാധനം മോഡല് അല്ല അതെന്താ അവിടെ കയറി അതൊക്കെ ഉണ്ട് അടിച്ച എങ്ങനെയാണ് നമ്മൾ ഈ 2005 മോഡല് 26 വരെ പേപ്പർ ഓക്കെ പിസ്റ്റം നമ്മൾ എടുത്തിട്ടുണ്ട് ബാർ ഹാൻഡില് സെഡിന്റെ മിറർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു 42 റേഞ്ചിൽ നമ്മൾ കൊടുക്കാം 42 റേഞ്ചിൽ സെറ്റ് ആക്കി കൊടുക്കാം എന്താ പേര് അൻവർ എൻ്റെ പേരെന്താ സംനാസ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണല്ലോ സാറല്ലേ സെറ്റ് അല്ലേ ഫുൾ മോഡിഫൈ ചെയ്തണല്ലോ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താ അങ്ങോട്ട് സീൻ സാധനം റോട്ടിലെടുത്താ
നമ്പറില്ലല്ലോ, പ്രശ്നമില്ല. ഓക്കെ എന്നാ കാണാം. ഓക്കെ സെറ്റ് ആയിക്കോട്ടെ. വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഉണ്ടാവും ചിലപ്പോ, കുഴപ്പമില്ലല്ലോ. സെറ്റ് അല്ലേ? നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരാൻ മറന്നത്. ലൊക്കേഷൻ പെരിന്തൽമണ്ണ റോഡിന് കമ്മൂട്ടിക്കുളം ഒരു പോട്ടെ. ഓക്കെ, സെന്ററിന്ന് പെരിന്തൽമണ്ണ റോഡിന് 2-2.5 കിലോമീറ്റർ ആണ് നമ്മളെ കറന്റ് ലൊക്കേഷനിലേക്ക് വരുന്നത്. കമ്മൂട്ടിക്കുളം എന്നാണ് നമ്മളെ ലൊക്കേഷന്റെ. കമ്മട്ടിക്കുളം അല്ലേ? ഓക്കെ, കമ്മട്ടിപ്പാടല്ല കമ്മട്ടിക്കുളം അല്ലേ? ഹസ്പ്ലസ് ഒക്കെ പോയണ്ടല്ലേ? അതിൽ കൂടെ അങ്ങനെ മെയിൻ റോഡ് തന്നെയാണ്. നേരെ വന്നോളി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിന് പോയി. ഈ വണ്ടി ഇതൊന്നും മാറണ്ടോ? വണ്ടി റേറ്റ് മാറിയിട്ടുണ്ട്. എന്താണ് ചെറിയ മാറ്റമുണ്ട്. വണ്ടി മാറിയിരിക്കണ്. വണ്ടി മാറിയില്ലേ? കളറും ഗ്രാഫിക്സ് ഒക്കെ ഒരേപോലെ ഉള്ളതുകൊണ്ട് തന്നെ കളറും വണ്ടിയും ചിലപ്പോൾ മാറാൻ സാധ്യത ഉണ്ട്. എങ്ങനെയാണ്? 4,700 ചോദിക്കുന്നത്. 4,700 എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം. 42 രൂപ പറഞ്ഞു. 42 പറയുന്നത് മാറിയിട്ടുണ്ട് റേറ്റ് കേട്ടോ. ഓക്കെ, ഓ ഓ ഓ ഓ അടി സക്കേ. RX 100 അല്ല 135 കൺവേർട്ട് ചെയ്തിട്ട് നമ്മള് കൺവേർട്ട് ചെയ്തേ. അതെ, അതായത് ഇവിടെ 100 ഒട്ടിച്ചെങ്കിലും ഇവിടെ 135 കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത വണ്ടി സംബന്ധമായിട്ട് ഫുള്ള് 135 മാറിയിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. അത് മാത്രമല്ല വണ്ടി എഞ്ചിൻ ഫുള്ള് റീസ്റ്റോർ ചെയ്താ. ഫുൾ റീസ്റ്റോർ ചെയ്താണ്. ഫുൾ റീസ്റ്റോർ ചെയ്ത സെറ്റ് വണ്ടിയാണ്. എങ്ങനെയാണ്? 2 പുത്തൻ റിം ആഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി നല്ല ഗ്രാഫിക്സ്, നല്ല പെയിന്റിങ്. KL 10 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കേരള രജിസ്ട്രേഷൻ മാത്രമല്ല കേരിയർ ആയിക്കോട്ടെ, ബഡ്ഗാർഡ് ആയിക്കോട്ടെ ഒക്കെ പുത്തനാണ്. ആരുടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പവർ ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനൊന്നുമില്ല. അവിടെ എന്തോ ഡിസ്കസ് എന്തോ കേട്ടല്ലോ. ഇത് നമുക്ക് എന്തോ റൗണ്ട് ആക്കി കൊടുക്കല്ലേ ചെക്കന് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വണ്ടി റേറ്റിൽ മാറ്റം വരുത്തിക്കും. നമ്മള് ചോദിക്കുന്ന റേറ്റിനെക്കാട്ടും റേറ്റിൽ മാറ്റം വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് 1.5 ചോദിക്കണത്. അത് വരുന്ന കസ്റ്റമറിന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം അല്ലേ? നിങ്ങൾ വന്നോളി, നിങ്ങൾക്ക് മാറ്റി നമ്മൾ മാക്സിമം റേറ്റ്. ഇപ്പൊ RX ഒക്കെ നമ്മൾ എടുക്കണതന്നെ 90, 95, 100 രൂപ. നമ്മളിപ്പോ കൊടുക്കണ റേറ്റ് നമുക്ക് പാർട്ടിക്കാർ നമ്മോട് ചോദിക്കുന്നത്. വണ്ടി കിട്ടാനില്ല, നല്ല ടൈറ്റ് ആണ് മാർക്കറ്റിൽ വണ്ടി കിട്ടാൻ ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് ഇടാനുള്ള മെയിൻ കാരണങ്ങൾ. വന്നോളി, നമ്മൾ മാക്സിമം റേറ്റ് സെറ്റ് ആക്കി തരാം. ഓക്കെ, എന്നാ അടുത്ത വണ്ടി എടുത്തു വാ. ഇങ്ങോട്ട് കയറ്റിക്കോ. വാ, കൊറേ നേരമായി നമ്മള് വില കൂട്ടിയ വണ്ടികൾ വിറ്റോണ്ടിരിക്കണ്. 55 പറഞ്ഞ മാതിരി. ഇത് നമുക്ക് മോഡിഫൈ ചെയ്ത വണ്ടി ഒരു 42 രൂപയ്ക്കാണ് കൊടുത്താലോ? 42? അതെ. അപ്പൊ കൂടുതലോ? അല്ല, 42 മേലെ റേറ്റ് ചോദിച്ചിരുന്നു. 42 അതാണ് 42 അതെന്താണ്ടായോ? 42 മേലെ റേറ്റ് ചോദിച്ചിരുന്ന വണ്ടിയാണ്. അതാണ് എല്ലാ വണ്ടികളും നിങ്ങൾക്ക് വന്നേക്ക് നിങ്ങൾക്ക് ഒക്കെ റേറ്റ് കുറച്ചിരിക്കണേ. അല്ലേ? വില കുറച്ച് തരണ്ട നിങ്ങൾ പറഞ്ഞാണ് അല്ലേ? യെസ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നല്ല അടിപൊളി, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ. Euro 1 സൈലൻസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. 2006 മോഡൽ. 2026 വരെ പേപ്പർ ഉണ്ട്. വണ്ടിയുടെ ടോട്ടലി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പെയിന്റിംഗ്, ഗ്രാഫിക്സ്, ബാർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. ഒന്നും ചെയ്യേണ്ട, നേരെ എടുക്കാൻ കൊണ്ടുപോകും. ഇപ്പൊ ഒച്ച തന്നെ പോയി. ആയി ബ്രോ, സെറ്റ് അല്ലേ? എന്താ പാട്? സാറല്ലേ? പേരെന്താ? അൻസിഫ്. ഓക്കെ, താങ്ക് യു. വീഡിയോയിലാണല്ലോ. താങ്ക് യു. ഓക്കെ. അടുത്ത തീപ്പൊരി ഐറ്റം കിർമാണി സാധനം. ഏതാ സാധനം? ഇതൊക്കെ ഓഫ് റോഡ് പോകണ വണ്ടിയാണ്. നല്ല രസം. ബാക്കിലൊക്കെ എമ്മാരി സെറ്റ് ടയർ. ഇതേ ടയർ നമ്മൾ മറ്റേ വണ്ടിക്കും ചെയ്ത് കൊടുക്കും. ടയർ മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടല്ലോ. ഓക്കെ, സെയിം ടയർ പുതിയ ടയർ ഫുൾ സെറ്റ്. എങ്ങനെയാണ് നമ്മള് ഈ കിർമാണി മനോജ്? 2001 മോഡല്, 2027 വരെ പേപ്പർ, ഫുള്ള് മോഡിഫൈ. ഓക്കെ, പെയിന്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് ഫുൾ സെറ്റ് ആക്കി വെച്ചോണ്ട്. ഫ്രണ്ട് I2D ഉണ്ട്, ഷോഗൺ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ട്. ക്വിക്ക് ത്രോട്ടിൽ മാത്രമല്ല ബാർ ഹാൻഡില്, മീറ്റർ, RPM മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഇത്? നമുക്കൊരു 55 രൂപയ്ക്കാണ് കൊടുക്കാം. 55 രൂപ കൊടുക്കാം അല്ലേ? ഫുൾ സെറ്റ് വണ്ടി. ഡൊമിനാർ 250 കാളക്കുട്ടൻ തന്നെയാണ് അല്ലേ? മസിൽ കിട്ടണ മാതിരി എങ്ങനെ UG ആണ് അല്ലേ? എങ്ങനെയാണ് ചോദിക്കണത്? ഇത് നമുക്ക് 2021 മോഡല്. 2021 മോഡല് നല്ല അടിപൊളി വണ്ടി. കണ്ടീഷൻ, നല്ല നീറ്റ് വണ്ടി. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ്? 10-20 രൂപ ഇറക്കാം. 20 രൂപ ഇറക്കാം. നമുക്ക് ടോട്ടൽ പ്രൈസ് എങ്ങനെ വരുന്നത്? ടോട്ടൽ പ്രൈസ് 1.35. 2021 വണ്ടി. ലാസ്റ്റ് വണ്ടി കേട്ടോ. ലോ കിലോമീറ്റർ വണ്ടി തന്നെയല്ലേ? അതെ. ഓക്കെ, ഫുൾ സെറ്റ് ആണ് വണ്ടി. നമുക്കൊരു പാർക്ക് ആൻഡ് സെയിലിന് ഒന്നുണ്ട്. നമുക്ക് വണ്ടി ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വിളിച്ചിട്ട് സംസാരിക്കാം. അപ്പൊ ഓക്കെ, അടുത്ത വണ്ടി എടുത്തു പോവാ.
yes, yes, yes. ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകണില്ലേ? അതെ, ഫൈനലി നമ്മുടെ അടുത്തുള്ള 2 വണ്ടികൾ കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അല്ലേ? അതാണ്. ഓക്കെ, നീല കിളിക്കുഞ്ഞ് സ്പ്ലെൻഡർ, അതുപോലെ തന്നെ RX 135 അല്ലേ? അതെ. നമുക്ക് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? എങ്ങനെയാണ് ഇത് ഫുള്ള് ഇപ്പൊ നമ്മളെ ഇത്രയും സ്പ്ലെൻഡർ കാണിച്ചതില് നല്ല കിഡിലനായിട്ട് വർക്ക് എടുത്ത ഒരു വണ്ടിയാണിത്. കളർ സാധനം, ഫുള്ള് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ RX-ന്റെ ക്രാഷ് കാർഡ് ചെയ്തിട്ടുണ്ട്, ടോഗൺ ഇൻഡിക്കേറ്റർ, ബാർ ഹാൻഡിൽ, RX മിറർ, കാര്യങ്ങളൊക്കെ ചെയ്ത പക്ക വണ്ടി. ഓക്കെ, എഞ്ചിൻ സംബന്ധമായിട്ട് നമ്മൾ വർക്ക് എടുത്തത്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരിക പക്കാ വണ്ടിക്ക്. വണ്ടി പൈസ നോക്കാതെ വാങ്ങണമല്ലേ? 27 പേപ്പർ ഉണ്ട്, 28 വരെ പേപ്പർ, 2000 മോഡൽ. ഒച്ച പോയിട്ട് ലാസ്റ്റ് ഫൈനൽ ആയപ്പോ ഒച്ച മൊത്തം പോയി. കയ്യിലുള്ളതിൽ ഏറ്റവും റേറ്റ് കൂടിയ വണ്ടി ഇതാണ്. 58,000 റുപ്യാണ് ചോദിക്കുന്നത്. 58,000 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളും നമുക്ക് ചെയ്തു തരാന്നാ പറഞ്ഞത്. ലോക്കൽ പെയിന്റോ കാണാനില്ല നമ്മളത്. ഒന്ന് നോക്കിക്കോളി, ഫുള്ള് നല്ല അടിപൊളി പെയിന്റിങ്ങും. RX 135 നല്ല കിടിലം പെർഫോമൻസ്, നല്ല അടിപൊളി ബീറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഇറങ്ങി വന്നപ്പോ അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ പെർഫോമൻസ് അടിപൊളി വണ്ടി. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആൻഡേഴ്സന്റെ റിം ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല 2 ടയർ ഉണ്ട്. ബാക്കിൽ പുത്തൻ ടയർ ആഡ് ചെയ്തിട്ടുണ്ടോ, മോട്ടോഡി ടയർ, പോളിസിന്റെ ഷോക്കപ്പ്, പുതിയ സീറ്റ്, ഗ്രാഫിക്സ്, പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളി വണ്ടി. ഫുൾ സെറ്റ് വണ്ടി. എത്രയാണ് ഇത് നമുക്ക് നമ്മളുള്ളതിൽ ഏറ്റവും റേറ്റ് കൂടിയ വണ്ടിയാണ്. 1.15 ചോദിക്കണത്. എന്തെങ്കിലുമൊക്കെ റേറ്റ് മാറ്റം വരുത്തി നമ്മൾ തരാം. ആണെങ്കിൽ 26 വരെ ഫിറ്റ്നസ് ഉണ്ട്. ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. റേറ്റ് കൊണ്ട് നിങ്ങൾ തെറ്റി പോകണ്ട, നിങ്ങൾ വന്നോളി, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. നമുക്കിത് കിട്ടാത്തതുകൊണ്ടാണ് വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വില കുറഞ്ഞ എഞ്ചിൻ വർക്ക് കൊടുത്താട്ടോ, പറയാൻ വിട്ടുപോയി. എഞ്ചിൻ വർക്ക് എടുത്താൽ എഞ്ചിൻ സംബന്ധമായിട്ടും യാതൊരു പ്രശ്നം വണ്ടിക്കില്ല. വണ്ടിക്ക് ഫുള്ള് സെറ്റാണ്. അയ്യടിച്ചാജ് കുറച്ച് പവർ കുറഞ്ഞ് എന്താന്ന് വെച്ചാല് ആ മോരും ആ വെള്ളവും കഴിഞ്ഞു, നമ്മളെ മൊത്തത്തിലുള്ള എനർജിയും കഴിഞ്ഞു. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമല്ല. അത് ഏകദേശം 2-3 മണിക്കൂറായിട്ടുണ്ടാവും നമ്മൾ ടോട്ടൽ പോയി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കാണാൻ ഇപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കേൾക്കാറും സൗണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഉള്ളിൽ നിന്നാണ് ഇപ്പൊ സൗണ്ട് വരുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. മറ്റേ ഏതൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഉള്ളിന്ന് വരട്ടെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാലല്ലേ ഉള്ളിന്ന് വരുള്ളൂ. അപ്പൊ ഇനി ഉള്ളിലേക്ക് എന്തെങ്കിലും പോയി കഴിക്കട്ടെ ഞങ്ങള്. അപ്പോൾ വണ്ടികൾക്ക് എന്ത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സാധനം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് വരി. ഓക്കെ, അപ്പോൾ ഇനി ഷോറൂമിന്റെ ഉൾഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ഒരു SD, ഈ ഒരു SD അടിച്ചു കയറി വാ ഇടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ കമ്പിയാ കണ്ടില്ലേ, SD ഇവിടെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ആകാശത്ത് നിൽക്കാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, ഈ SD എന്ന് പറഞ്ഞാൽ ഫത്താവിന്റെ ആദ്യം മുതലേയുള്ള വണ്ടി, ഈ വണ്ടി കൊടുക്കൂല. അതേപോലത്തെ വണ്ടി വേണമെങ്കിൽ SD ഒക്കെ വേണമെങ്കിൽ സെറ്റാക്കി തരാം അല്ലേ, RD വേണമെങ്കിൽ സെറ്റാക്കി തരാം. അങ്ങനെ പല വണ്ടികളും നമ്മൾ വേണമെങ്കിൽ സെറ്റാക്കി തരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മാക് മോട്ടോ ട്രിപ്പിന്റെ ഒരു മിനി ഏച്ചർ ഇവിടെ കാണാൻ കഴിയും നമുക്ക്. അതായത് ഇത് എങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എന്നുള്ളത് ഒരു രക്ഷയില്ല. അതായത് ഇങ്ങനെ തിരിച്ചാൽ ക്യാമറ തിരിച്ചാൽ ഈ ബാക്കിലേക്ക് നോക്കിയാണെങ്കിൽ അതേ സെയിം സ്ഥലമല്ലേ ഇവിടെ ഉള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് വന്നാണെങ്കിൽ RX-Z, അതിനുള്ളിലുള്ള RX 100, ഒരു വണ്ടി നിലത്ത് വീണെടുക്കണത്. മേലത്തെ SD ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ആ മേലത്തെ SD അതിൻ്റെ ഉള്ളിലുണ്ട്. ആ കൂടുതലുള്ള ഇന്റീരിയർ ലൈറ്റ്, ഈ വണ്ടി വീണെടുക്കണമെങ്കിൽ അടിയിൽ ഈ ഗ്ലാസിനോട് വീണെടുക്കുക. അതോ അവിടെ വീണെടുക്കുന്ന നിലത്ത് RX-ഓ ഏതൊന്ന് വീണെടുക്കുന്നുണ്ട്, സാമറായോ വീണ SD ഉണ്ട്, ഇവിടെയൊക്കെ വീണെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചേതൊക്കെ ഉണ്ട്. എല്ലാം ഫുൾ സെറ്റാണ്. ഒരു മിനിയേച്ചർ എന്ന് പറഞ്ഞത് ആരുണ്ടാക്കിയെന്നാണ്? ഫ്രണ്ട് ഉണ്ടാക്കിയത്. പേജ് ഒന്ന് പറഞ്ഞിട്ടാ, ഒരു പേജ് ഒന്ന് പറഞ്ഞിട്ടാ, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പേജ് സ്ക്രീൻഷോട്ട് അല്ലേ. ഇത് എനിക്കൊരു സംഭവം, ഇത് നമ്മളെ പാർട്ണറുടെ പെങ്ങള് അല്ലേ, പാർട്ണറുടെ പെങ്ങൾ ഉണ്ടാക്കി തന്നൊരു സംഗതിയാണ്. ഞങ്ങളും കണ്ടിട്ടില്ല, ഞങ്ങള് തുറക്കാൻ വേണ്ടി കുറെ ദിവസം. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരാം, വെളിച്ചത്തേക്ക് വരാം വരി. അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക് മോട്ടോ ഡ്രൈവിന്റെ അതിന്റെ കൂടെയുള്ള പാർട്ണറെ പെങ്ങള് ഉണ്ടാക്കി തന്നൊരു സംഗതിയാണത്. അപ്പൊ എന്താണ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതേപോലത്തെ സംഗതികൾ കിട്ടുന്ന പറഞ്ഞാല് ഭയങ്കര ഒരു ഉള്ളിൽ തട്ടിയിട്ട് കിട്ടുന്നതാണ്. അതായത് ഈ സംഭവം നമുക്ക് ഒരാള് ഞാൻ 2 വർഷം സൗദിയിൽ ജോലി ചെയ്ത് ഒരൊറ്റ സിംഗിൾ റൂമില് ബാത്റൂമും ബെഡും ഒക്കെ ഒരൊറ്റ ചെറിയ റൂമിൽ നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിടന്നുറങ്ങുന്ന സമയത്തൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിലേക്ക് എത്തിപ്പെടും എന്നുള്ളതോ, അല്ലെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് ഉണ്ടാവുമെന്നുള്ളോ, 3 ലാഖ് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പേജ് നമുക്ക് ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മളാകുമെന്നോ, ഇതുപോലെ ഒരാൾ എനിക്ക് വരച്ചു തരുമെന്നൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിലേക്ക് ഞാൻ എത്തിയിരുന്നത് നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളതൊന്ന്
അൺബോക്സ് ചെയ്തോ. അതെ അതെ. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പൊട്ടിക്കണം. ഒരാൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വേണ്ടി അവരുടെ ഒരു കുറഞ്ഞ സമയം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ തന്നെയാണ്, നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ തന്നെയാണ്. ഞാനല്ല ആദ്യം കാണുന്നത്, നിങ്ങൾ കണ്ടോളി എങ്ങനെയുണ്ട് എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. സെറ്റാണോ? അടിപൊളിയാണോ? ഞാൻ വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചാലും ഒക്കെ വലിയ സംഭവമാണോ? അടിപൊളി. കവറുണ്ടോ? ഓക്കെ, എന്താ ഒരു ഞാൻ അപ്പോഴും നോക്കിയിട്ടില്ല അതിന്റെ ഉള്ളിലേക്ക്. ഈ ഒരു അടിപൊളിയായി. സെറ്റാണോ? അടിപൊളി കാര്യം. അടിപൊളി. നോക്കട്ടെ. എടാ മോനെ, ഇത് കുറച്ചായിട്ടോ എനിക്ക് വേണ്ടിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ ദിവസമായി നമ്മള് പ്ലാൻ ചെയ്യണ വീഡിയോ ചെയ്യണ കാര്യം. 619K ഫോളോവേഴ്സ് ഉള്ള അന്ന് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ആണിത്. നമ്മൾക്ക് പേശ 1 മില്യൺ ഫോളോവേഴ്സ് ആയി. ഒരു പേജ് ഉണ്ട് നമുക്ക് അടിയിലൊന്ന്. തീർച്ചയായിട്ടും ആ പേജിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ കാണിച്ചുതരാം. അവര് നമുക്ക് വേണ്ടിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഇതേപോലത്തെ കുറെ സംഭവങ്ങൾ കളക്ഷൻ ഉണ്ടല്ലേ. എന്തായാലും ആ പേജുകളൊന്ന് ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ടി അവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോടും നിങ്ങളോടൊക്കെ കൂടിയുള്ള ഇഷ്ടമാണ്. നിങ്ങളോട് വളരെ നന്ദി പറയാണ്. ഡ്രീമി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പേജാണ്, ഇവരാണ് ഇത് ഉണ്ടാക്കിയത്. എന്തായാലും വളരെ താങ്ക്സ്, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, ഓക്കെ, വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മളെ ചെക്കന്മാർക്ക് മാക്സിമം സെറ്റ് ആക്കി കൊടുക്കണം. വണ്ടി അത് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. വിലക്കുറവും ചെയ്തു തരും, ക്വാളിറ്റിയില് നല്ല ക്വാളിറ്റി ആയിരിക്കും. ടയറിലേക്ക് ടയർ ഇട്ടിട്ട്, ബാറ്ററിയിലേക്ക് ബാറ്ററി ഇട്ടിട്ട്, എല്ലാം വിൻഡ് കണ്ടീഷൻ അടിപൊളിയായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി തരും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവര് ബെല്ലൈക്കണം മത്തിക്കോളി. പേജ് ഫോളോ പേജ് ഫോളോ ചെയ്തോളി. സ്പൾബർ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളി. അതിന് നമ്മളൊരു അത്യാവശ്യം പവർ വീഡിയോ വരുന്നുണ്ട്, അതും പോയി കണ്ടോളി. ലൈക്ക് അടിച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ പേര് കമന്റ് ഇട്ടോളി. അപ്പൊ ഓക്കെ, ബൈ. See you soon. ഓക്കെ, ബൈ. ഫുൾ വണ്ടി കളക്ഷൻ ഏകദേശം ഇതാണ്. നമ്മൾ റൂമിന്റെ ഉള്ളിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തമ്പലയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ സെറ്റ് ചെയ്താണ്. ഇതൊക്കെ സ്പ്ലെൻഡറിന്റെ കളക്ഷൻ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഫ്രെയിമിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ബുള്ളറ്റ്, സ്പ്ലെൻഡർ, എല്ലാ വണ്ടികളും RX 100 ആണെങ്കിലും RX 135 ആണെങ്കിലും ഇനി വേണമെങ്കിൽ വിന്റേജ് കളക്ഷന് പെട്ട വെസ്പ, അങ്ങനെ SD ഏതും ആണെങ്കിലും നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? ഓക്കെ, നമ്മൾ പൊളിക്കാൻ പോവാണ്. ഇവിടെ വാ, ഫുള്ള് സെറ്റ് ആണല്ലോ. പൈസ കേട്ടോ മറ്റേ വോയിസ് ബോസ്. സാധനമല്ല മുറുക്കാൻ പോതി അല്ലത്. പൈസ കെട്ടോ ആയിക്കോട്ടെ, ചാടി വാ. എടാ മോനെ, പൈസ കെട്ടാ അത് കാണിച്ചു കൊടുത്താ. പൈസ കെട്ട് ഇതന്നെയാണ് പരിപാടിയില്ലേ? ഫുൾ ടൈം ഉണ്ടാവും പൈസ. ഇങ്ങനെ ഏറിയ വാണ്ടോടത്ത് കൊടുന്ന ഏറിയാണ്. ഇതാണ് പൈസന്റെ ആടാ കേട്ടോ, ഫൈസ് ബോസ്. ഇവ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളി. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഇവന്റെ വീഡിയോ ഒന്ന് കണ്ടോളി. സെറ്റ് പയ്യനാണ്, വെറൈറ്റി വീഡിയോ എടുക്കുന്ന ആളാണ്. നമ്മള് കൊറേ വിളിച്ചിരുന്നവരൊക്കെ ഇങ്ങോട്ട് വരാന് വന്നു. സന്തോഷായി അല്ലേ? കൊറേ ആയിപ്പോ എന്നോട് ഒരു വീഡിയോ ചെയ്യണം. നമ്പറൊക്കെ ചോദിച്ചിരുന്നു, വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, ഫുൾ കംപ്ലൈന്റ് ചെയ്യുന്നു. ഞാൻ പിന്നെ വിളിച്ചല്ലോ, വിളിച്ചില്ലേ? സെറ്റ് അല്ലേ? ആ ചെക്കനാണ്, നമ്മളെ ചെക്കനാണ് കേട്ടോ. അതായത് ഇപ്പൊ എന്നോട് കുറെ ദിവസമായി ഒന്ന് കൊളാബ് ചെയ്ത് വീഡിയോ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന ആളാണ്. ഇന്ന് എന്തായാലും ഒരു വീഡിയോ നമ്മൾ സെറ്റ് ആക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വിടുള്ളൂ. പൊളിക്കോ, നമ്മള് ഇല എറിയുന്നു അല്ലേ? അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ആൾക്കാർക്ക് പിന്നെ അറിയില്ല. വോയിസ് ബോസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ അറിയുള്ളൂ. അറിയണമെന്നുണ്ടെങ്കിൽ നേരെ വളാഞ്ചേരിക്ക് വന്നോളി. ഇവന് വീഡിയോ ആണെങ്കിൽ നല്ല വെറൈറ്റി വീഡിയോസ് ആണെങ്കിൽ തരും. എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞു. ചിലപ്പോ നമ്മളെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. കുറെ ആളുകൾ തന്നെ ഫാൻസ് ഉണ്ട്. നമ്മളെ വണ്ടി വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആരുടെ സ്മോക്കി, അതുപോലെ തന്നെ ജോജി തമ്പി, അല്ലെങ്കിൽ സെലിബ്രിറ്റീസുകളായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളി. അതിന്റെ കോൺടാക്ട് ചെയ്താൽ വിളിച്ചായിട്ട് നമ്പർ പറഞ്ഞെടുക്കോ. എന്നാ പറഞ്ഞെടുക്കേ. 97 45 458 191. അത്ര പെട്ടെന്ന് നമ്പർ പറഞ്ഞ ചെക്ക പൊളി. കാണാപാടം പഠിച്ചിട്ട് ഒന്നൊരു നമ്പർ പറഞ്ഞ 97 45 458 191. ഇത് കുറച്ച് വള്ളിയാവോ, ലാസ്റ്റ് കുടുങ്ങൂലല്ലോ ഇല്ലല്ലോ. എന്നായിക്കോട്ടെ, കുറെ ആരാധകർ എന്നെ വിളിക്കൂട്ടോ. എന്നായിക്കോട്ടെ, എന്തായാലും വനി കൂടി നമ്മൾ അടുത്ത ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കും മസ്റ്റ് ആയിട്ട്. നോക്കിയാ പേര് വിളിച്ചാൽ ഓർമ്മിച്ചാനോ കേട്ടോ. ഓക്കെടാ, താങ്ക് യു. ഇനിയും വീഡിയോകളെല്ലാം കാണണം. ഓക്കെ, താങ്ക് യു. എന്നായിക്കോട്ടെ.